ഹായ്. അങ്ങനെ ദൃശ്യം 3 കണ്ടിറങ്ങിയതേ ഉള്ളൂ. സിനിമ തീർന്നിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. റൈറ്റർ ആൻഡ് ഡയറക്ടർ നമ്മുടെ ജിത്തു ജോസഫ്, ആൻ്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസർ. ഇതിനകത്ത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അനിൽ ജോൺസൺ ആണ്. പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. സിനിമോട്ടോഗ്രാഫി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആ ലൊക്കേഷനെ കുറിച്ചിട്ടൊന്നും നമ്മൾ പറയണ്ടല്ലോ. പഴയ ജോർജ് കുട്ടി അല്ല. ജോർജ് കുട്ടി സമ്പന്നനാണ്. ജോർജ് കുട്ടി പ്രൊഡ്യൂസറാണ്. കാരണം ഇതിൻ്റെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ സെക്കൻഡ് പാർട്ടിലെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടാണ് അതിൻ്റെ ടൈറ്റിലൊക്കെ കൊടുക്കുന്നത്. അതൊക്കെ എനിക്ക് നന്നായിട്ട് തോന്നി. സിനിമയുടെ കഥ വളരെ ഫ്ലാറ്റായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വലിയ ബോറായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളായിട്ടൊന്നും ഇതിനകത്ത് ഇപ്പോൾ കാണിക്കുന്നില്ല. ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടാണ് ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നത്. നമ്മൾ ദൃശ്യം 1ഉം 2 ഒക്കെ കണ്ട അതേ പാറ്റേൺ തന്നെ. ഇടയ്ക്ക് നമുക്ക് ആ ഒരു സീരിയൽ മയമൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് 1ഉം 2നകത്ത് എങ്ങനെയായിരുന്നു അതുപോലെ ഹപ്പാക്കാനായിരിക്കാം ഒരു പക്ഷേ ഡയറക്ടറുടെ ആ ഒരു ബ്രില്യൻസ് ഇതിനകത്ത് ചിലപ്പോൾ കാണിക്കും എന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ അൻസിബ, അതുപോലെ തന്നെ എസ്തർ, സിദ്ദീഖ്, നമ്മുടെ ആശാ ശരത്തിനെയും സിദ്ദീഖിനെയും ഒരു സീനിൽ മാത്രം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ അൻസിബയുടെ ആ ഒരു ഇത് പിടിച്ചിട്ടുണ്ട്. കാരണം ഫസ്റ്റ് സെക്കൻഡിൽ എന്താണോ പുള്ളിക്കാരിയുടെ ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ തന്നെ പുള്ളി ഇതിനകത്തും പിടിച്ചിട്ടുണ്ട്. ജോർജ് കുട്ടി, നമ്മുടെ മീന, അവർ രണ്ടുപേരും ആ ഒരു ഫസ്റ്റ് ഇതിലെ തന്നെ ആ ഒരു ഗ്രാഫിൽ തന്നെയാണ് അവരുടെയും ആ ഒരു പെർഫോമൻസ് പോകുന്നത്. അത്യാവശ്യം ഇതുവരെ സിനിമ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സാധാരണ നമ്മൾ ദൃശ്യം കണ്ടുവരുന്ന ആ ഒരു പാറ്റേണിൽ തന്നെ ഇതിൻ്റെയും ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഇപ്പോൾ കൊണ്ടുവന്ന് നിർത്തിയത്. ഫസ്റ്റ് ഹാഫിൽ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ട്രെയിലറും ടീസറൊക്കെ കണ്ടതുപോലെ തന്നെ ഒരു പഴയ സംഭവം അതിനെ കുത്തിപ്പൊക്കാൻ വേണ്ടി ഈ മീഡിയ ഇറങ്ങി അങ്ങനെ പല സംഭവങ്ങളും കുത്തിപ്പൊക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ക്യാരക്ടറിലേക്ക് നമ്മുടെ കെട്ടിയോളൻ്റെ മാലാക സിനിമയിലെ നായികയാണ്, പുള്ളിയുടെ പേര് പെട്ടെന്ന് വിട്ടുപോയി. അപ്പം പുള്ളിക്കാരിയാണ് അതിനകത്തൊരു മീഡിയ പേഴ്സണായിട്ട് വരുന്നത്. അപ്പോൾ പുള്ളിക്കാരി ജോർജ് കുട്ടിയുടെ കുടുംബത്തിൻ്റെ പുറകെ നടന്നിട്ട് ഇനി ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമോ എന്നൊക്കെ ഉള്ളൊരിതാണ്. പക്ഷേ ആ നടന്ന സംഭവം ഇപ്പോഴും ആ കുടുംബത്തെ വിട്ടു പോയില്ല. അപ്പോൾ ആ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും നമ്മുടെ ജോർജ് കുട്ടി പോകും എന്നുള്ളതാണ് ഈ സിനിമയുടെയും ഒരു പ്രത്യേകത. ഫസ്റ്റ് ഹാഫും വലിയ ഇതില്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ സിനിമ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ചെറിയ ഒരു ട്വിസ്റ്റും സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്. ഇൻ്റർവെൽ പഞ്ച് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതും ഒരു നല്ലൊരു ട്വിസ്റ്റിലാണ്. അങ്ങനത്തെ ഒരാളെയാണ് ഇൻ്റർവെൽ പഞ്ചിൽ കൊണ്ടുവന്ന് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇനി എന്താണ് ഇവിടുന്ന് അങ്ങോട്ട് എന്നുള്ള എൻ്റെ ഒരു ആകാംക്ഷയാണ്. നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു സംഭവം നമുക്ക് കിട്ടുമോ ഇല്ലയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് ഹാഫും കൂടെ നമ്മൾ കാണണം. അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ഫസ്റ്റ് ഹാഫാണ്. ജോർജ് കുട്ടി അത്യാവശ്യം നല്ല റിച്ച് ജോർജ് കുട്ടി ആയിട്ടുണ്ട്. മീനാണെങ്കിലും അതുപോലെ തന്നെ അൻസിബയും എസ്തറും ഒക്കെ ആണെങ്കിലും എസ്തറിൻ്റെ കുറച്ച് സംഭവമൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരി കുറച്ച് മെച്ചുവേർഡായല്ലോ, പഴയതിനെക്കാട്ടി കുറച്ച് രണ്ടുപേരും കുറച്ച് മെച്ചുവേർഡായിട്ടുള്ള ആ ഒരു ക്യാരക്ടറാണ് കാണിക്കുന്നത്. ജോർജ് കുട്ടിയുടെ ആ ഒരു ഇതും ഈ കുട്ടികളും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനൊക്കെ അത്യാവശ്യം നല്ല നൈസായിട്ട് വരുന്നുണ്ട്. മൊത്തത്തിൽ സിനിമ ഇതുവരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങിയാണ് പോകുന്നത്. ഇതിൻ്റെ പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ആ ഒരു സീനിൽ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഞെട്ടി എന്നുള്ളതാട്ടോ. കാരണം അത് ഞാനത് പറയുന്നില്ല, നിങ്ങൾ സിനിമ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടതിന് ശേഷം സിനിമ എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതുവരെ ഒരു നോർമൽ ഇതിലാണ് സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു ഡ്രാമ, മിസ്റ്ററി, ആ ത്രില്ലർ, ആ ഒരു മൂഡ് പിടിച്ചാണ് സിനിമ പോകുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് കണ്ടതിന് ശേഷം ഫുൾ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. ഇതുവരെ സിനിമ ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ.